പായസം. ഓണത്തിന് പായസം ഉണ്ടാക്കുന്ന വീടുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തിരുവഴിയോട്ടിൽ 13 വർഷത്തെ പാരമ്പര്യമുള്ള റോയൽ ടേസ്റ്റിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് റോയൽ ടേസ്റ്റിൻ്റെ ഓണറായ രാജേഷ് ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. രാജേഷ് ചേട്ടാ, അപ്പോൾ ഇതിപ്പോൾ 13 വർഷത്തെ പാരമ്പര്യം ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ എക്സ്പീരിയൻസും? ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുള്ള നമ്മുടെ കുക്കുമാരുടെ നിന്നൊക്കെ എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി വളരെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടും നമുക്ക് നോക്കാലോ. അങ്ങനെയായിരുന്നു തുടക്കം ഇവിടേക്ക് വന്നത്. ഇത് കുക്കുമാരനാണ്, ഇവിടെ ചീഫ് കുക്കാണ് ഹരിദാസേട്ടൻ. ഞങ്ങൾ ദാസേട്ടൻ വിളിക്കും. പിന്നെ ഞങ്ങളിപ്പോൾ ഓണത്തിന് ഈ പ്രാവശ്യം പുതിയ പായസം എന്ന് പറഞ്ഞാൽ പഴപ്രഥമൻ, നമ്മുടെ റോയൽ ടേസ്റ്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പഴപ്രഥമനാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നമ്മള് ആദ്യം നല്ല പഴുത്ത പഴം, ഒരു 2 കിലോ നല്ല പഴുത്ത പഴം തന്നെ വേണം. പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. പുഴുങ്ങി അരച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഏത് പഴം അത്? നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം അല്ലേ? അത് പുഴുങ്ങി അരച്ച് വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 2 കിലോ പഴം എടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് 1 കിലോ ശർക്കരയാണ് പാനീയമായിട്ട് ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളൊരു പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന്, അത് രണ്ടും കൂടെ ഉള്ളൊരു ടേസ്റ്റിന് വേണ്ടി ഒന്നാം പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യത്തേത് രണ്ടാം പാല്, ഒന്നാം പാല്, പിന്നെ നമ്മൾ കുറച്ച് ജീരകപ്പൊടി, കുറച്ച് അണ്ടിപ്പരിപ്പ്, തേങ്ങ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്, നെയ്യ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ പഴം പിന്നെ അതിലാവുമ്പോൾ മിക്സിയിൽ അരച്ചിട്ടാവുമ്പോൾ അതിൽ ചെറിയ കട്ട കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുക. തിളപ്പിച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ തിളച്ച വെള്ളത്തിൽ ഈ ഇതവിടെ ഒഴിച്ചാൽ ഈ കട്ടയൊക്കെ അലിഞ്ഞു കിട്ടും. അപ്പോൾ അതൊരു അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ടിപ്പാണ്. കട്ടയൊക്കെ വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കട്ടയുണ്ടാവില്ല. മറ്റ് ചിലവർക്ക് ഈ പഴപ്പായസം കഴിക്കുമ്പോൾ അതിലൊരു മിക്സിയിൽ അടിച്ചാൽ ചെറിയൊരു കട്ട അത് കിടക്കും. അത് ഇങ്ങനെ ആകുമ്പോൾ കിടക്കില്ല, കംപ്ലീറ്റ് അലിക്കും. പഴം പുഴുങ്ങി അരച്ചാണ്. 2 കിലോ നേന്ത്രപ്പഴം പുഴുങ്ങി അരക്കണം. തിളക്കല്ല, നല്ലോണം കുറുകണം. അതിലൊരു 1/2 ലിറ്റർ വെള്ളം. നെയ്യ് 1 ടീസ്പൂൺ. അത്ര ഫ്ലേവർ. ഇനി ഇത് നല്ല കുറുകലാണ്, കുറുക്കിയെടുക്കലാണ്. അതുപോലെ ഇത് കുറുക്കിയെടുക്കലാണ്. ഇത് നല്ല വെള്ളം വറ്റി കുറുകി വരുമ്പോഴാണ് നമ്മൾ ശർക്കരപ്പാനി ചേർക്കുന്നത്. അത് 1 കിലോ. 1 കിലോ ശർക്കര ഉണ്ടല്ലേ? ഉരുക്കി അരിച്ചിട്ട് വെക്കണം. വെള്ളം കുറച്ച് വെള്ളം, അത് ഉരുകാനുള്ള വെള്ളം ഒഴിക്കുള്ളൂ. അടി പിടിക്കാതിരിക്കാൻ അത്ര ഒഴിക്കുള്ളൂ. അങ്ങനെ അരിച്ചെടുത്തിരിക്കുക. കട്ടകളൊക്കെ നല്ല പോയി നല്ല സ്മൂത്ത് ആയിട്ട് വരും. ആ കട്ട ഉടയാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളവും കട്ട വരുന്നുണ്ടോ. അടി പിടിക്കില്ല. ഓട്ടുരുളി തന്നെ വേണം. പഴപ്പായസത്തിനും പാലടയ്ക്കും ഓട്ടുരുളി നിർബന്ധം. ഹരിദാസേട്ടൻ കുറെ ആയോടെ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ട്? ഞാനിവിടെ കുറെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ രണ്ടാമത് വന്നിട്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. ഇത് ആര് റെസിപ്പിയാ? റോയൽ ടേസ്റ്റിന്റെ റെസിപ്പിയാ, സെറ്റാക്കിയിട്ട് റെസിപ്പിയാ. ഓഹോ, സെറ്റായിക്കൊണ്ടിരിക്കുക. നമുക്ക് മറ്റൊരു കരിയത്തിൻ്റെ ഉള്ളിയിൽ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ എല്ലാം ചെയ്യാം. പക്ഷേ നന്ന ഫ്ലേവർ കിട്ടുക ഓട്ടുരുളിയിലോട്ട്. പാലടയ്ക്കും ഇതിനും ഓട്ടുരുളി നിർബന്ധമാണ്. അല്ലെങ്കിൽ അത് അടി പിടിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കുറുകി വരുന്നുണ്ട്. ഇപ്പം അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഉള്ളത് കൊണ്ടാണ് മിക്സിയിൽ അടിക്കുന്നത്. പണ്ടൊക്കെ നമ്മളൊക്കെ പണി പഠിക്കുമ്പോൾ നമ്മൾ ആസന്മാർ ഇത് പഴം പുഴുങ്ങിയിട്ട് ഇത് കിണ്ടൽ തന്നെ അങ്ങനെ കിണ്ടിയിട്ട് തന്നെ ശരിയാക്കണം. കായലുകൊണ്ട് ഉടച്ച് ഇപ്പം ഞങ്ങൾ എളുപ്പത്തിന് മിക്സിയിലൊക്കെ അടിച്ചൊരു സൗകര്യങ്ങളായല്ലോ, അതൊക്കെ ചെയ്യണം. ആദ്യം ഇതൊക്കെ കിണ്ടൽ തന്നെയാണ്. പക്ഷെ ഇത് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കറുപ്പെടുത്ത് കളയിക്കും.
അങ്ങനെ പല പണികളും ഉണ്ട് ഇതില്. ഇതെന്ന് ഉദ്ദേശിക്കുന്നത് ചട്ടുകം കൊണ്ട് ഉരച്ച് ഉടക്കണം. ഞാൻ വിചാരിച്ചു വേറെ അരക്കുന്നല്ല. അരക്കല്ല. ഞങ്ങളൊന്നും കണ്ടിട്ടില്ലേ. നമ്മളൊരുമ്പേക്ക് മിക്സി ആയില്ലേ, അപ്പൊ പിന്നെ എല്ലാം മിക്സിയിലിട്ട് അരക്കുക. പിന്നെല്ലാവർക്കും വിത്തിട്ട് സമയം എടുക്കില്ല അതിങ്ങനെ. അങ്ങനെ തന്നെ ഉണ്ടാക്കണം പായസം. അങ്ങനെയാണ് ഉണ്ടാക്കുക. ഒഴിച്ച് മിക്സാക്കി അതുവരെ ഇളക്കിക്കൊണ്ടേ വെക്കണം. അപ്പൊ അത് ഇളക്കി ഒന്നായിട്ട് വെച്ച് കൊടുക്കാൻ പാടില്ല, കുറച്ച് വെച്ച് കൊടുക്കാൻ പാടില്ല. എല്ലാ സൈഡും ഒരേമാതിരി ഇളക്കി റെഡിയാക്കി എടുക്കും. അപ്പോഴാണ് ഈ ഇളക്കുമ്പോൾ കണ്ടില്ല എല്ലാം അതിലേക്ക് മിക്സ് ആവുന്ന കണ്ടില്ലേ. അങ്ങനെ ഞാൻ കുക്കിങ്ങിന് ഇറങ്ങുന്നുണ്ട്. ഞാൻ ദാസേട്ടനിലേക്ക് ഞാൻ തന്നെയാണ് ഇവിടുത്തെ കുക്ക്. സ്പെഷ്യൽ ഐറ്റംസ് എന്താ രാജേട്ടൻ്റെ? ഞാൻ സ്പെഷ്യൽ ഐറ്റംസ് എനിക്ക് എന്താണോ മനസ്സിലായി, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വന്നിട്ട് അവർ പറയുന്നത് എന്താണോ ഞാനത് ഉണ്ടാക്കി കൊടുക്കും. എന്താണോ കസ്റ്റമർ പറയുന്നത് അത് ഞാൻ മനസ്സിലാക്കി ടൈം കിട്ടി ഉണ്ടാക്കി അത്ര. പിന്നെ ഇതിങ്ങനെ നല്ല കുറുകി വരണം. ശർക്കര എല്ലാം ഇതിങ്ങനെ പാലായാല് പഞ്ചസാരയില് എല്ലാം സെറ്റ് ആവണം. കളർ മാറി വന്നില്ലേ. നമ്മുടെ ഒരു ട്രഡീഷണൽ ഐറ്റമാണ്. ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. നമ്മൾ സമയമെടുത്ത് ഇങ്ങനെ അതിന്റെ ചേരുവകളൊക്കെ കറക്റ്റായി ചേർത്ത് എന്നിട്ട് വേണം ചെയ്യാൻ. ഇപ്പൊ അതാണ് ഇങ്ങനത്തെ റെസിപ്പികളാണ് ഇപ്പൊ കുറഞ്ഞോണ്ടിരിക്കുക. എല്ലാം ഇൻസ്റ്റന്റ് അല്ലേ, എല്ലാം നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട്. അതെ, അപ്പൊ അതിന്റെ രുചിയാണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ സ്പെഷ്യൽ പായസങ്ങളുണ്ട്? സ്പെഷ്യൽ പാലട, പിന്നെ അടപ്രഥമൻ, പിന്നെ ഉഴുന്ന് പരിപ്പ് പായസം, ഏത് ഓർഡർ അതൊക്കെ ഉണ്ടാവും. ഓണത്തിന് ഇതൊക്കെ കിട്ടുമോ? സ്പെഷ്യൽ ഓർഡർ അനുസരിച്ചിട്ട് വീട്ടിലോട്ട് കൊടുക്കും അല്ലേ ഓണത്തിന്? അപ്പൊ സദ്യയുടെ റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? സദ്യയുടെ റേറ്റ് ഐറ്റത്തിനനുസരിച്ചിട്ടാണ്. ഐറ്റം മാത്രമല്ല, അതിനനുസരിച്ച് എണ്ണത്തിനനുസരിച്ചിട്ടുണ്ട്. കുറവ് എണ്ണാകുമ്പോൾ റേറ്റ് കൂടും, കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ അതല്ലേ ട്രാൻസ്പോർട്ട് സുഖം അല്ലേ. 200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. 200 മുതൽ സ്റ്റാർട്ട് ചെയ്യില്ലേ? 10 പേരുടെ പാക്കേജ് ആണെന്ന് വെച്ചാൽ നമുക്ക് 400 രൂപ വരും. 400 രൂപ. 500 രൂപ. ഇപ്പൊ സദ്യക്ക് എന്തൊക്കെ ഐറ്റം ഉള്ള ഇവിടെ? സദ്യക്ക് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയല്, കൂട്ടുകറി, പിന്നെ കാളൻ, ഓലൻ, പിന്നെ എൽശ്ശേരി, മറ്റേ മസാലക്കറി, പച്ചടികൾ, പുളിയിഞ്ചി, നാരങ്ങ, വറവ്, പപ്പടം, പായസം 2 വക എല്ലാം ഉണ്ടാവും. മസാലക്കറി, എല്ലാ ഐറ്റവും, രസം, മോര്. സിംഗിൾ ആയിട്ട് കൊടുക്കണ്ടോ? ഇതിങ്ങനെ സെറ്റായി വരുമ്പോ ഒരു കളർ കണ്ടോ, പഞ്ചസാരന്റെ അല്ല ബെല്ലത്തിന്റെയും അടയതിന്റെ പഴത്തിന്റെയും കളർ വന്നിടണം. ഇനി ഇത് നല്ല ടൈറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഇതൊരു കുറച്ച് പഞ്ചസാര, അതിന്റെ ഒരു കപ്പ് 200 പഞ്ചസാരയോളം വേണം. ഇതൊരു അതിന്റെ ടേസ്റ്റ് ആകെ ഒരു ഈ ബെല്ലത്തിന്റെയും പഴത്തിന്റെയും ടേസ്റ്റിലേക്ക് ഒരു ചേഞ്ചാണ് പഞ്ചസാര. നമ്മള് അടയൊക്കെ ഉണ്ടാക്കുന്നത് അതെന്തിനാ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ചെയ്യാൻ വേണ്ടി അതേമാതിരി തന്നെ ഇതിനെ നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി പഞ്ചസാര. ഇതാരാ? ഇത് നമ്മുടെ ബാബു. ഓണം തന്നെയാണ്. പാർട്ട്ഷിപ്പാണ് അവിടെ. അതെ. അപ്പോൾ കുക്കിങ്ങിൽ എങ്ങനെ വല്ലതും തുടക്കം മുതൽ പാർട്ട്ണർഷിപ്പ് ആയിരുന്നോ? അതെങ്ങനെയാണ് തുടങ്ങിയതല്ലേ? കൊറോണ കാലഘട്ടത്തിൽ കുറച്ചാലും ഞങ്ങൾ നിർത്തിയെന്ന് മാത്രം. മെയിൻ ആൾക്കാർ ആ ഗ്യാപ്പിൽ ഞാൻ 2-3 കൊല്ലം ലീഡ് കോളേജിലേക്ക് പോയി. തൊമ്മൻ ലീഡ് കോളേജിൽ കുക്കിംഗ് ആയിരുന്നു. അവിടെ കുക്കിംഗ് ആയിരുന്നു. അവിടെ നിന്ന് അപ്പം ഇങ്ങോട്ട് വന്നു. അത് ഏത് വർഷമായിരുന്നു? 2 കൊല്ലം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു മാസമായിട്ടുള്ള ഒന്ന് ഇറങ്ങിയിട്ട്. 2024-25.
ഒരു മാസമായിട്ടുള്ളൂ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ആ ഇറങ്ങിയതല്ല, 60 വയസ്സ് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ മറ്റേ ഇതൊന്നും കിട്ടില്ല. അപ്പം പിന്നെ അപ്പൊ തുടക്കം എവിടെയായിരുന്നു? തുടക്കം ഞാൻ സ്വന്തം ബിസിനസ്സായിരുന്നു. കാറ്ററിങ്ങും അമൃത കാറ്ററിങ് പാർശ്ശേരി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആയിരുന്നു. അമൃത കാറ്ററിങ് അവിടെ ഹോട്ടൽ, അമൃത ഹോട്ടൽ ഒക്കെ എൻ്റെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഫസ്റ്റ് ഞാൻ പണി പഠിച്ചത് തലശ്ശേരിയിൽ നിന്നാണ്. തലശ്ശേരിയിലാണ് ആശാൻ. കണ്ണൂർ തലശ്ശേരിയായിരുന്നു. അവിടുന്ന് നാട് ഞാൻ ഇവിടെ അന്ന് 6ാം ക്ലാസ് പഠിപ്പ് കഴിഞ്ഞ നാട് വിട്ട കണ്ണൂർക്ക്. പിന്നെ 10-20 കൊല്ലം അവിടെ തന്നെ ആയിരുന്നു. ഹോട്ടൽ തന്നെ ആയിരുന്നു. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പ്രത്യേകത ആയില്ലേ, ആ ബെല്ലും പഴവും ബെല്ലും ആ പഞ്ചസാരയും എല്ലാം കൂടെ നല്ല ഫ്ലേവർ ഇതായില്ലേ, സെറ്റായില്ലേ. ഇനി അതിലേക്ക് 2ാം പാല്. ഇതാ ഇത് 2ാം പാലാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുന്നല്ലേ? അത് കമ്മിയാ കൂട്ടാം. അപ്പൊ നമ്മൾ ഇളക്കുന്ന അത്രയും നേരം ഫ്ലെയിം കുറച്ചിട്ട് തന്നെയാണോ? അല്ലല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമ്മിയാക്കിയിട്ട് കൂട്ടിയത്. അടി പിടിക്കാതിരിക്കാൻ. അത് നമ്മുടെ ഈ ചരക്ക് പിന്നെ ഉരുളീൻ്റെയും നമ്മുടെയും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അടുപ്പ് എപ്പോഴും കുക്കുമാരുടെ അടുത്തേക്കായിരിക്കും ഇതിൻ്റെ ഇതുണ്ടാവും. അവർ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് അത് പാല് ഇപ്പോൾ ഇത്രയും ഇതിൽ പാല് വെക്കുമ്പോൾ പെട്ടെന്ന് തിളച്ച് വരുമ്പോൾ കമ്മിയാക്കാനും കൂട്ടാനും അവർക്കൊരു അഡ്ജസ്റ്റ്മെന്റ്. അത് ഈ ഉരുളിയും ഇതും അടുപ്പും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അതാരും അറിയില്ല, അതാരും അറിയാണ്ട് തന്നെ കൈ പോവും. അതാണ്. ഇതിപ്പോ ഇത്രയും ചെറിയ ഉരുളിയിൽ ചരക്കിൽ പാല് വെക്കുമ്പോൾ അത് തിളച്ചു വരും. അപ്പൊ നമ്മൾ അറിയാണ്ട് തന്നെ ആരും അറിയരുത്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. വീട്ടില് 2 മക്കളാണ്. 2 ആൺകുട്ടികളാണ്. 2ആളും ദുബായിലാണ്. ഒരുത്തന്നെ ഹോട്ടൽ മാനേജറാണ് ദുബായിൽ. ഒരുത്തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. 2ആളും അവിടെയാണ്. എന്റെ വീട്ടില് വൈഫ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യണം. മോൻ വന്ന് +2. മോള് വന്നിട്ട് 4th സ്റ്റാൻഡേർഡ് പഠിക്കല്ലേ? വീട്ടിലിങ്ങനെ വേറെ ആരെങ്കിലും കുക്കിങ്ങിലൊക്കെ ഉണ്ടോ? പിന്നെ മോൻ കുക്ക് ചെയ്യും. 2 മാസം ആക്സിഡന്റ് മോനാണ് ചായ അങ്ങനെ എല്ലാവരും മോനാണ് കുക്ക് ചെയ്യാറ്. നമ്മുടെ പഴപ്പായസം പാല് ഒഴിക്കാണ്ട് അത് ഇനിയും 1ാം പാലെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒഴിക്കുള്ളൂ. അത് പിരിയും. അത് ഈ ഉരുളി ഇതേപോലത്തെ ചരക്കാണ് പറഞ്ഞാൽ, ഓട്ടുരുളിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം പാൽ വെച്ച് തീ ഓഫ് ചെയ്യാം. ഓട്ടുരുളിയാകുമ്പോൾ മറ്റേ ഉരുളിയാണ് പറഞ്ഞാൽ നമ്മളൊരു വെള്ളം പറ്റില്ല. ഈ ഉരുളിയാകുമ്പോൾ ഓഫാക്കിയാലും അത് തന്നെ പറ്റും. ഈ ഉരുളിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, ചൂടാറില്ല. ഇതിൽ ഞാൻ ജീരകം മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ ഇതാ കുറച്ച് തേങ്ങാപ്പൂള് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പും. അതിന് ചില ആൾക്കാർ ഇതിൽ ഏലക്കായ ചേർക്കും, എല്ലാം ചേർക്കും. പക്ഷേ പാൽ പ്രസവത്തിന് ജീരകം മാത്രമേ ഉള്ളൂ. പഴപ്രസവത്തിന് അത് ജീരകപ്പൊടിയാണ്, അത് മാത്രമേ ചേർക്കുള്ളൂ. വറുത്ത് പൊടിച്ചത്. തേങ്ങ കൊത്തുണ്ട്, അണ്ടിപ്പരിപ്പും. തേങ്ങക്കൊത്ത് ഒരു ചെറിയൊരു കഷ്ണം, അത് നമ്മുടെ സൗകര്യത്തിന് ഇടാം. ഇഷ്ടം പോലെ ഇടാം. അണ്ടിപ്പരിപ്പ് നമുക്ക് സൗകര്യം പോലെ ചേർക്കാം. ആ പാലോട് ഒഴിക്കും. ശർക്കര ആയാലും 2ാം പാലായാലും ഇങ്ങനെ കുറച്ച് ഒഴിക്കാം. ഇളക്കിക്കൊണ്ട് വെക്കണം. പഴ കഴിച്ച് ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഒക്കെ ചോദിച്ചു മേടിക്കുന്ന റെസിപ്പി ആണോ അല്ലേ അത്? കൊടുക്കാം പഴപ്രഥമൻ. അതെ, പല സ്ഥലങ്ങളുണ്ട്, പക്ഷെ എൻ്റെ ടേസ്റ്റ് എല്ലാവിടെയും അത്ര ഇതല്ല. പഴപ്രഥമൻ പഴപ്രഥമ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ എത്ര കാലമായി? പഴപ്രഥമ ഇവിടെ റെസിപ്പിയിൽ നമ്മളിവിടുത്തെ സ്പെഷ്യൽ റെസിപ്പിയിൽ ഉണ്ടാക്കുന്നത്.
എല്ലാവരും എളുപ്പം ഉണ്ടാക്കുന്നത് പായസമാണ്, സേമിയ പായസം. സേമിയ പായസമാണ്. നമ്മളതിന് വ്യത്യസ്തമായി പഴപ്പായസം, നാടപ്രഥമൻ, വെള്ളത്തിലുള്ള എല്ലാവർക്കും ഷുഗറും കംപ്ലൈൻറ്റ്സ്. നല്ല കൊഴുപ്പ് കുറുതായിട്ട് വരുന്നുണ്ട് കണ്ടോ. കൊഴുത്തിങ്ങനെ വരുന്നുണ്ട്. പായസം കൊഴുത്തിരിക്കുമ്പോഴാണ് ചില സ്ഥലത്ത് ഇങ്ങനെ വെള്ളം വെള്ളം പോലെ വെള്ളം വരെ ഇരിക്കാൻ പാടില്ല. ഇതിങ്ങനെ കുഞ്ഞും കുറുകണം. ഇത് ശരിക്കും നമ്മള് ഇപ്പോഴാണ് ഗ്ലാസ്സിൽ കഴിക്കുന്നത്, ഇലകളിൽ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോഴാണ് അത് ടേസ്റ്റ്. ശരിക്ക് വാഴയിലയിൽ ഒഴിച്ച് കഴിക്കണം പായസം. ഇലയിൽ ഒഴിച്ച് കഴിക്കണം. പപ്പടം അതിനാണ് ഇഞ്ചിപ്പുളി. ഇഞ്ചിപ്പുളി ഒന്ന് തൊട്ടാ ഈ വെല്ലത്തിന്റെയും പഞ്ചസാരയുടെയും എല്ലാ ടേസ്റ്റും അതിലങ്ങോട്ട് മാറി. ഇഞ്ചിപ്പുളി ഒന്ന് നക്കുക. അപ്പൊ പായസം ഒന്നും കൂടെ കുടിക്കാൻ തോന്നും. അതാണ് സദ്യക്ക് ഇഞ്ചിപ്പുളി വെക്കണ. പാലടയോ എന്ത് പായസമാണെങ്കിലും ശരി, പായസം കുടിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഒന്ന് ഇഞ്ചിപ്പുളി നോക്കും. അതാണ് പായസത്തിന്റെ ടേസ്റ്റിന് ഇഞ്ചിപ്പുളി. മറ്റേ ഈ മധുരം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മട്ടയ്ക്കും. അപ്പൊ ഇഞ്ചിപ്പുളി ഒന്നാണ് തട്ടിയാ പിന്നെ ആവാ തോന്നും. കഴിക്കാൻ തോന്നും. ഇത് നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് വെച്ചിട്ട് ഒന്നും കൂടി നമ്മള് ശകലം ലൂസിൽ കാണണം. അതൊക്കെ ഒരു കുക്കിന്റെ. അപ്പൊ ഇത് എത്ര ദിവസം വെക്കാൻ പറ്റും ഉണ്ടാക്കി കഴിഞ്ഞത്? ഒരു ദിവസം 2 ദിവസം? അങ്ങനല്ല, ഇത് പിന്നെ നമ്മള് ഇതില് പാലയെ ചേർത്തിട്ടില്ല. ഇതുകൊണ്ട് ഇത് 3 ദിവസം വരെയൊക്കെ വെക്കാം. നമ്മളിത് പശുവും പാൽ അങ്ങനെ എന്തെങ്കിലും പാല് ചേർത്താൽ പിന്നെ അധികം വെക്കാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാല് ഒന്ന് എടുത്തിട്ട് ചൂടാക്കിയിട്ട് അത് ഒഴിച്ചിട്ട് ഇത് സാധനം പിന്നെ ഈ സാധനം രണ്ടാമത് ചൂടാക്കാൻ പാടില്ല. ഈ സാധനം ഈ തമ്പാല് 1-ാം പാല് കഴിയും. തേങ്ങേൻ്റെ പാൽ ഒഴിക്കുമ്പോൾ ഇനി ചൂടാക്കി അതിൽ നെയ്യ് ഇതൊക്കെ പോകും. ചൂടാക്കാൻ പാടില്ല. ഇത് നമുക്ക് പാല് പുറത്തുനിന്ന് വേറെ ചൂടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് കഴിക്കാം. ഇതിനെ ചൂടാക്കാൻ പാടില്ല. ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് കഴിക്കാം. 3 ദിവസം. നമ്മൾ നാടനായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അധികം ദിവസം ഇരിക്കില്ല. അതെ അതെ, അതതിന്റെ ഒരു ബ്യൂട്ടി, അതിന്റെ രുചി. അതെ, നന്നായി കുറുകി വന്നിട്ടുണ്ട്. കുറുകി വരണം. അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലേ? അടി പിടിക്കും. വേറെ കായ അങ്ങനൊന്നും ചേർക്കില്ല. അയ്യോ, ജീരകപ്പൊടി മാത്രം. ചില ആൾക്കാർ ഇതിൽ ജീരകപ്പൊടി കഴിക്കും, മറ്റേ ഏലക്കായ ചേർക്കും, മുന്തിരി ചേർക്കും, എല്ലാം ചേർക്കും. പക്ഷെ ഞാനിത് ജീരകപ്പൊടി മാത്രമേ ചേർക്കും. ഓരോരുത്തർ ഓരോ വിധം. പിന്നെ ചിലയിടത്ത് ഈ പായസം ഈ ചില പഴം ഈ പാലട പ്രഥമൻ ചിലപ്പോൾ പുളി ഉണ്ടാവും. ഈ പഴത്തിനൊരു പുളി വരും. അത് ചില പഴം പുളിക്കും. അപ്പം അതിന് അതാണ് നല്ല പഴം നോക്കി പഴുത്ത പഴം. പിന്നെ കറുത്ത പഴ വേണ്ട. തോല് കറുത്ത പഴം വേണം. ഒഴിച്ചിട്ടാണ് പുളിപ്പ്. ഇത് പുളിപ്പ് പോവാൻ അങ്ങനെ പുളിപ്പുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പറഞ്ഞാൽ ഉണങ്ങല്ലരി ഒരു ശകലം പൊടിച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിക്കുക. വെള്ളം പൊടിച്ച് അരച്ചിട്ട് ഈ പാലുണ്ടല്ലോ 2-ാം പാല് അതിലൊഴിച്ചിട്ട്. അതൊക്കെ ഒരു ട്രിക്കാണ്. അതൊന്നും ആരും അറിയാൻ അതൊന്നും പാടില്ല. അതൊക്കെ കുക്കുമാർ ചെയ്യണ ഒരു ട്രിക്കാണ്. അതൊക്കെ സെറ്റാക്കല്ല. കേട്ടിട്ടില്ല ബാബേട്ടൻ ശരി, രാജേഷേട്ടൻ കേട്ടിട്ടില്ല. പതുക്കെ നോക്കിയെടുക്കാം. ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അങ്ങനെ പല പല ട്രിക്കുകൾ ഉണ്ടാവും ഇങ്ങനെ. അതെ അതെ അതെ, നല്ല കുറുക്കനാവുന്നുണ്ട് കണ്ടോ. ഇനി അത് ഇരുന്ന് ഒന്നും കൂടെ കുറുകും. അല്ല കുറച്ചും കൂടെ ഞാനോട് പഞ്ചസാര എന്താണ് 2-ാം പാല ഒഴിച്ച് കഴിഞ്ഞു. അപ്പൊ നമ്മള് ഓക്കെ. അപ്പൊ കൈ കിട്ടി അങ്ങനെ കയ്യില്. രാജേഷേട്ടൻ അവസാനം കയ്യിൽ കൊടുത്തു. ഒക്കെ ഒരു നാക്കിൽ നമ്മൾ മേടിക്കാം.
കുറച്ചുള്ള രണ്ടാം പാല് കലക്കി ഒഴിക്കാം അല്ലേ? ജീരകപ്പൊടി. ഇപ്പൊ നമ്മൾക്ക് അതില് രണ്ടാം പാല് കുറച്ചുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിൽ ചെയ്തു മാത്രം. ആഹാ, ഒഴിക്കാം. ഫ്ലേവർ അതിലേക്ക് പൊടി നേരിട്ട് ഇടുമ്പോൾ ഫ്ലേവർ കിട്ടില്ല, കട്ട ഉടയില്ല. അങ്ങനെയാണ് നമ്മൾ എന്നിട്ട് അങ്ങനെ അതിന്റെ ഒരു പ്രത്യേക ഫ്ലേവർ വരും. പോരെ അല്ലേ? കട്ടി പോരെ? മണം വന്നില്ലേ? നല്ല മണം വന്നില്ലേ? ആണോ? ജീരകവും ആ പാലിന്റെയും പഞ്ചസാരന്റെയും എല്ലാം മണം വന്നില്ലേ? ജീരകത്തിനോട് വരുന്നുണ്ട്. അല്ലേ? ആ, ഞാൻ വിചാരിച്ചതിന്റെ പേര് കുത്തുന്ന ടേസ്റ്റ് വരും. അതാണ് ഒരു സെഗറം. അതൊരു ടീസ്പൂൺ തന്നെ വേണ്ട, ചെറിയൊരു ടീസ്പൂൺ കൂടെ അത്രേ വേണ്ടുള്ളൂ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ജീരകത്തിന്റെ കുത്തു വരും. അതാണ് ഇപ്പൊ വരണ്ടേ, തുടക്കത്തിൽ ഇളക്കി ഇളക്കി വരുമ്പോ അതിന്റെ സ്മെല്ല് ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളങ്ങനല്ലേ? ഇപ്പൊ ഒന്നാം പാല് ഒഴിച്ചല്ലേ? ഗ്യാസ് ഓഫ് ചെയ്തോ? ഒന്നാം പാല് ഒഴിച്ചു. റെഡിയാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി അല്ല തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്ത് നമ്മുടെ അടിപൊളി അണ്ടിപ്പരിപ്പ്. ഞാൻ തിരിച്ചു രാജിച്ചേട്ടൻ തിരിച്ചു. നന്നായി ഇളക്കി. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും നെയ്യിൽ മൂപ്പിച്ച് ഇപ്പൊ കറക്റ്റാക്കി വെച്ചതാണ്. അടിപൊളി. എന്നാലും മണ അപ്പൊ കാണാൻ തന്നെ ഒരു ചന്ത. അപ്പൊ ഇനി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ഒഴിക്കാം. നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ തുടക്കത്തിൽ വെള്ളത്തിൽ നെയ്യ് ഒഴിച്ചു, അതിലും വറുത്തത് നെയ്യില്ല. കുറച്ച് നെയ്യ് ഒഴിച്ച് അതിങ്ങാണ്ട് വന്നു. സംഭവം റെഡിയായി. സംഭവം റെഡി. കറക്റ്റ് ഇതായി. ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ കട്ടിയാവും. ഒന്നുകൂടെ കട്ടിയാവും. പായസം റെഡി ആയിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. രുചി ഓണം സ്പെഷ്യൽ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. പായസം റെഡിയായി. അപ്പൊ നമ്മുടെ പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ കഴിക്കാവുന്ന ഒരു ചൂടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യല്ലേ? അതന്നെ കാത്തിരിക്കുക കുറച്ചു നേരമായിട്ട്. ഇതിലെ തേങ്ങാക്കൊത്ത് പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പെല്ലാം നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പായസം റെഡി. അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കണേ. അടിപൊളിയായിട്ടുണ്ട്. അത് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഇത്ര നേരം ഉണ്ടാക്കിയല്ലേ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്ര നേരം നമ്മുടെ രുചി ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു അടിപൊളി പഴപ്രഥമൻ ഉണ്ടാക്കി തന്ന റോയൽ ടേസ്റ്റിനും അതിനുപരി നമ്മുടെ ഷെഫായ ദാസേട്ടനും രാജേഷ് ഏട്ടനും നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും മലബാർ ന്യൂസിന്റെ ഓണാശംസകൾ. കൂടെ ഞങ്ങളുടെയും